കൊച്ചിറക്കാളാന്ന് പറയും. അതിനെ വീടുകളിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരിക. ഞാനെന്നിട്ട് അതുവഴിയൊക്കെ വരുമ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കും. രണ്ട് കാര്യങ്ങൾ കുറച്ച് എല്ലാവരും കൂടെ കൂടി ഒന്ന് സന്തോഷിക്കുന്ന സമയമുണ്ട്. ഒന്ന്, എൻ്റെ ജന്മനാളിന് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും 2 മക്കൾ കൂടി വരും. എൻ്റെ മരുമകളെന്നല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ ചേച്ചിമാരുടെ എല്ലാവർക്കും അതെ. ഈ താലിമാലയെക്കാട്ടിലും അവർക്കിഷ്ടം സാരിക്കനുസരിച്ചിട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ മുട്ടുന്ന കമ്മലും ഇതൊക്കെ ഇടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ശമ്പളമൊക്കെ ഭയങ്കര ശമ്പളമാണ്. പോരാങ്കിൽ ഇപ്പോൾ ചില സംഘടനകളുണ്ട് ജോലിക്കാരെ കൊടുക്കുന്നവർ. ഈശ്വര, എന്തെല്ലാം ചെയ്താലും അവസാനം കുറ്റം നമുക്കാണ്. ആടിയ കാലും പാടിയ വായും ചുമ്മാതിരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കാരണം. അല്ലാതെ എൻ്റെ കുറ്റം കൊണ്ടാണ് ഞാനവിടെ നിന്ന് ഇറങ്ങിയെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇല്ല. അത് അദ്ദേഹം സുഖമായിട്ടുള്ളപ്പോഴും ഇല്ല, ഇപ്പോഴും വലുതായിട്ടില്ല. പക്ഷേ 2 കാര്യങ്ങൾ കുറച്ച് എല്ലാവരും കൂടെ കൂടി ഒന്ന് സന്തോഷിക്കുന്ന സമയമുണ്ട്. ഒന്ന്, എൻ്റെ ജന്മനാളിന് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും 2 മക്കൾ കൂടി വരും. ഇപ്പോൾ വല്ല വെളിയിൽ വിദേശത്തൊക്കെ ആയിപ്പോയാൽ വരുന്നതൊന്നും ശരിയല്ല, വരാൻ ഞാൻ പറയത്തുമില്ല. അതങ്ങനെ. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് കൊച്ചുമക്കൾ. എനിക്ക് 3 കൊച്ചുമക്കളുണ്ട്. പ്രാർത്ഥന, നക്ഷത്ര, അലങ്കൃത. ആരും മോശമല്ല. ഇന്ദ്രൻ്റെ മക്കൾ അമ്മൂമ്മയെന്നും പൃഥ്വിയുടെ മോളെന്നെ അച്ഛമ്മയെന്നുമാണ് വിളിക്കുന്നത്. അപ്പം ഓണം വരുമ്പോൾ സാധാരണ ഞങ്ങളെല്ലാവരും കൂടെ ഒരിടത്ത് ആഘോഷിക്കലുണ്ട്. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതൊക്കെ അമ്മുമ്മ പണ്ട് ഓണത്തിന് ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ, അതൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ കളികളൊന്നും കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ 2 മരുമക്കൾ വരുമ്പോൾ ഓണത്തിന് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തമാശ, ഓണത്തിന് വരുമ്പോൾ നല്ല കസവ് സാരിയൊക്കെ ഉടുത്ത് നല്ല താലിയൊക്കെ എടുത്ത് ചാർത്തി നല്ല കമ്മലും കുണിക്കൊക്കെ ഇട്ട് വരും. അപ്പോൾ ഞാൻ പലപ്പോഴും കളിയാക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് അതിപ്പോൾ എൻ്റെ മരുമകളെന്നല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ ചേച്ചിമാരുടെ എല്ലാവർക്കും അതെ. ഈ താലിമാലയെക്കാട്ടിലും അവർക്കിഷ്ടം സാരിക്കനുസരിച്ചിട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ മുട്ടുന്ന കമ്മലും ഇതൊക്കെ ഇടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അപ്പോൾ ഇടാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, അയ്യോ എന്തിയെ മാല, അയ്യോ ഉണ്ടമ്മേ എന്ന് പറയും. പക്ഷേ അതറിയാം, അമ്മയ്ക്കത് ഇഷ്ടമാണത് കഴുത്തിലിടുന്നതെന്നറിയാം. അതുകൊണ്ടായിരിക്കാം ഈ 2 പേരും ഓണത്തിന് വരുമ്പോൾ നല്ല. ഇപ്പോൾ പക്ഷേ എനിക്കൊന്ന് സുപ്രിയ ഇടയ്ക്കിടയ്ക്ക് താലിച്ചേനൊക്കെ കാണാറുണ്ട്. ചില സമയങ്ങളിൽ ഇതുപോലെ അമ്പലത്തിൽ പോകുമ്പോൾ അതൊക്കെ നിർബന്ധമായിട്ട് അവർ 2 പേരും ഇട്ടുകൊണ്ട് പോകാറുണ്ട്. വേഷത്തിനനുസരിച്ചിട്ടുള്ള ജ്വല്ലറി എന്ന് പറയുമ്പോൾ ആ മാലയും കമ്മലും അതും ഇതുമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ സംഭവങ്ങളാണ്. അതുപോലത്തെ ഒരു വേഷവിധാനത്തിലേ പറ്റത്തുള്ളായിരിക്കും. ഞങ്ങൾക്കൊന്നും വേഷമനുസരിച്ച് ഓർണമെൻറ്റ്സ് മാറിയ ഓർമ്മ പോലും ഇല്ല. നമ്മുടെ കഴുത്തിലൊരു മാല കാണും, കയ്യിലെന്തെങ്കിലും 2 വള കാണും, ഒരു കമ്മൽ കാണും, ഇതൊക്കെ 2 3 ഒക്കെ കാണും. അച്ഛനും അമ്മയൊക്കെ വാങ്ങിച്ച് തരും. എവിടെയെങ്കിലും പോകുമ്പോൾ വലിയ ജിമിക്കി എന്നൊക്കെ പറഞ്ഞ് ആ സാധനം ഇടും. അല്ലാതെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഒരു വളയമായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും മക്കൾ അക്ഷരം പ്രതി അതുപോലെ പാലിക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ, ജന്മനാളിൽ, അല്ലെങ്കിൽ ഇന്ദ്രൻ്റെയും രാജുവിൻ്റെയും പിറന്നാളിന് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നടക്കാം. ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരാൻ കാര്യം, ഓണമെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുന്ന ഒരു ഉത്സവമല്ല, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച്. ഒരുപാട് ഓണം അറിയാമല്ലോ, വയസ്സ് 10-70 ആവുന്നു. എത്ര ഓണം ഞാൻ ഉണ്ട് കാണും അല്ലേ? ഒരുപാട് ഓണമുണ്ട് നമ്മളോട്. ഇനിയിപ്പോൾ ഓണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ തലമുറയോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ ഈ ഓണം എന്ന് പറഞ്ഞു വന്നത് സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരിക. അതൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആമുഖമായിട്ട് ഞാൻ കുറച്ച് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. മക്കളുടെ കാര്യവും മരുമക്കളുടെ കാര്യമൊക്കെ. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഞങ്ങളുടെ കാലത്തെ ഓണം പറഞ്ഞാൽ അത് അറിയത്തില്ല, അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല. അത് ഏറ്റവും രസകരമായ സംഭവം, പണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത് ഓണം ഏതാണ്ട് അത്തം 10 പൊന്നോണം എന്നാണ്. അപ്പോൾ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കടുവാകളി എന്നൊരു സംഭവമുണ്ട്. ഒരാൾ കടുവയുടെ വേഷം കെട്ടി ഡങ്കണ്ടക്കെന്ന് പറഞ്ഞിങ്ങനെ പോവും. പുറകെ ഒരു സായിപ്പിൻ്റെ വേഷത്തിൽ ഒരാൾ വെടിവയ്ക്കാൻ നടക്കുക. അപ്പോൾ ഈ കടുവ അന്നൊക്കെ ഹരിപ്പാട്ട് ഞങ്ങളുടെ വീട്ടിലൊരു വലിയ പടിപ്പരയുണ്ട്. പുറകുവശത്ത് കൂടെയാണ് കാറ് കയറുന്ന ഗേറ്റ്. അപ്പോൾ മുൻപിൽ ഇങ്ങനെ പടിപ്പര പോലെ ഒരു സംഭവം.
അപ്പം അവിടെ വരുമ്പോഴേ ഈ കടുവ ഒരു വരി 2 ചാട്ടമൊക്കെ ചടി അതിനകത്ത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ തേങ്ങ ഇടാൻ വരുന്ന ഗോപാലകൃഷ്ണനൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും അവരൊക്കെ എൻ്റെ എക്സ്പെർട്ടുകളാണ്. ചാട്ടി പിടിച്ച് പറമ്പിനകത്തൂടെ ഒക്കെ കയറി ഇറങ്ങി വരുമ്പം ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ചിട്ട് കുറേ കാലമൊക്കെ ഭക്ഷണമൊക്കെ തരുമ്പോൾ അമ്മ പറയും കടുവയെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞൊക്കെ തരുമായിരുന്നു കൊച്ചിലെ. അപ്പോൾ അങ്ങനെ കടുവാ കളി ഒന്ന്. പിന്നെ ചില കളികളുണ്ട്, തലപ്പന്ത്, കുഴിപ്പന്ത്. കുഴിപ്പന്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 8 പേര് കളിക്കുകയാണെങ്കിൽ 8 കുഴി ഉണ്ടാക്കും. എന്നിട്ട് ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് ചുരുട്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ സാധാരണ, ഇനി അത് ശരിയായില്ലെങ്കിൽ ഒരു സാധാരണ റബ്ബർ ബോൾ വെച്ചിട്ട് ഈ 8 പേരുടെയും പേർക്ക് ഓരോ കുഴിയുണ്ട്. ഇവിടുന്ന് ഒരാൾ ഉരുട്ടും. ആരുടെ കുഴിയിലാണോ വീഴുന്നത് അവിടുന്ന് ആ ആൾ ഈ പന്തെടുത്ത് ആരെങ്കിലും എറിഞ്ഞ് കൊള്ളിക്കുമ്പം ആ ഏറ് കൊണ്ട ആൾ ഔട്ടാകും. ഇതാണ് ആ കളി. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എറിയുമ്പോഴേ ഈശ്വര നമുക്ക് ഏറ് കൊള്ളല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് ഓടി ഏതാണ്ടൊരു അങ്ങറ്റം ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ കുഴിയിലാണ് ബോൾ വീണമെന്നുള്ളത്. തിരിച്ചു വരും. അപ്പോഴത്തെ എല്ലാവരും ഓടിയില്ലേ. അപ്പോൾ അതങ്ങനെ ചില കളികൾ. അതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഞങ്ങളൊക്കെ അത് കളിച്ചിട്ടുണ്ട്. തലപ്പന്ത്, കുഴിപ്പന്ത്, പിന്നെ എന്താണ് ഇനി പറഞ്ഞതിൻ്റെ തൊട്ട് ഓണമാകുമ്പം മിക്കവാറും ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു ഹരിപ്പാടൊക്കെ ഈ വലിയ നീണ്ട വരാന്തയുണ്ട്. അപ്പോൾ അത് ഒരുമാതിരി തട്ടി പോലത്തെ സാധനമൊക്കെ ഇട്ട് മറച്ച് തൂണിൽ കർട്ടനുമൊക്കെ കെട്ടി കലാപരിപാടി ഉത്രാട തിരുവോണം ഒക്കെ സന്ധ്യ കഴിഞ്ഞാൽ ഒരു കലാപരിപാടികളുണ്ട്. അപ്പോൾ അത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ ചേട്ടനാണ് അതിൻ്റെ ഗുരുനാഥൻ. അടുത്തതായി ഡാൻസ് എന്നൊക്കെ പറഞ്ഞൊരു അനൗൺസ്മെൻറ്റും ഞങ്ങൾ എല്ലാവരും അമ്മയുടെ സഹോദരന്മാരുടെ മക്കൾ കുടുംബക്കാരെല്ലാം അന്ന് ഹരിപ്പാട് കൂടും ഓണമാകുമ്പോഴത്തേക്ക്. കാരണം അമ്മയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുള്ളതുകൊണ്ട് എല്ലാവരും അമ്മാവന്മാരും അമ്മയും ഞങ്ങളെല്ലാവരും വരും. അവിടെ ഒരു മേളമാണ് പിന്നെ അങ്ങോട്ട് ഒരാഴ്ച. കാരണം കളികളും ഈ പരിപാടികളും ഈ കുളമുണ്ട്, കുളത്തിനകത്ത് ചെമ്പിറക്കിയിട്ടിട്ട് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതും ഇങ്ങനെ ഒത്തിരി കളികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഞാനിന്നിപ്പം എൻ്റെ കൊച്ചുമക്കളോട് പറയുമ്പം അപ്പം അതെങ്ങനെയാ അമ്മൂമ്മ ഇപ്പം കടുവകളി പറഞ്ഞാൽ അവരെന്താ പറയുക? അമ്മൂമ്മ എന്താ അമ്മൂമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ചുമ്മാ ഒരാൾ വേഷം കെട്ടുന്നല്ലേ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ കാലം മാറി കുട്ടികൾക്കൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും നല്ല ഒരു നോളജുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കളിയൊക്കെ ഇപ്പം എന്താ പറയുക, അത് ഒരു പരിഗണനയിൽ വരുന്നില്ല, ഈ കടുവാകളിയും അതും ഇതുമൊക്കെ. പിന്നെ ഇപ്പോഴും തൃശ്ശൂർ പൂരം ആ സമയത്തൊക്കെ പുലികളിയും അതും ഇതൊക്കെ ഉണ്ട്, കാണാൻ രസമാണ്. എന്നല്ലാതെ ഇതിനെ കണ്ട് പേടിക്കുക. അതുപോലെ ഓച്ചിറ വലിയൊരു ക്ഷേത്രമുണ്ട് അവിടെ. ഈ വലിയ ഒരു അറിയാമല്ലോ ഓച്ചിറക്കാളാന്ന് പറയും. അതിനെ വീടുകളിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരിക. ഞാനെന്നിട്ട് അതുവഴിയൊക്കെ വരുമ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കും. എന്നൊക്കെ പറയാം. അല്ലാതെ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഓച്ചിറക്കാളെ എന്തിനാ വീടുകളിൽ കൊണ്ടുവരുന്നത് ഒന്നും എൻ്റെ കൊച്ചുമക്കൾക്ക് അറിയത്തില്ല. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഓർമ്മകളാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. അത് എങ്ങനെല്ലാം നിങ്ങളോട് പറഞ്ഞാലും ഇന്നത്തെ ഓണമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പാചകപ്പര, അതിന് പറയുന്നത് ദേഹണ്ണപ്പര എന്നാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ആരും എന്നോട് ചോദിച്ചു ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഓണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കുക, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതുപോലെ തന്നെ സദ്യ 4 ദിവസത്തെ സദ്യയാണ്. ആദ്യത്തെ ദിവസമുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടപ്പെട്ടവർ അയൽവക്കക്കാർ. അങ്ങനെ രണ്ടാമത്തെ ദിവസം തിരുവോണം, ഉത്രാടം തിരുവോണം, തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഇതേക്കും. അത് കഴിഞ്ഞ് ഔട്ടത്തിൻ്റെ അന്ന് കരയോഗക്കാർക്കൊക്കെ കൂടെ സദ്യയുണ്ട്. അന്നൊക്കെ നാട്ടുപുറത്ത് കരയോഗം എന്ന് പറഞ്ഞിട്ട് ആ കരയിലുള്ള എല്ലാവരും കൂടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കെട്ടിടത്തിൽ കൂടുക, ചീട്ട് കളിക്കുക, ഇതൊക്കെയുണ്ട്. അപ്പോൾ അപ്പൂപ്പനുമൊക്കെ എൻ്റെ മുത്തശ്ശനുമൊക്കെ പോയിരുന്ന സ്ഥലത്ത് കരയോഗം. അതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ കൂടെ പാടത്ത് പണി ചെയ്യുന്നവർ, തെങ്ങി കയറുന്നവർ, അങ്ങനെ വലിയൊരു വിഭാഗം ആൾക്കാർ. അങ്ങനെ 4 ദിവസത്തെ സദ്യയാണ് ഓണത്തിന്. അതൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമല്ല പറഞ്ഞത്. എല്ലായിടത്തും ഈ പറയുന്ന പോലെ കൃഷിയും നെല്ലും ഒക്കെ അന്നൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. നെല്ലൊക്കെ നമ്മളെവിടെ വാങ്ങിച്ചിരിക്കുന്ന അരിയൊക്കെ, തേങ്ങയും നെല്ലുമൊക്കെ അവിടുന്ന് തന്നെ കൊയ്ത് അത് പുഴുങ്ങി ഉണക്കി അരി കുത്തി അരിയായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ പിടുത്തമൊന്നുമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് കാറിൽ വരുമ്പം ആവശ്യമുള്ള അരി കൊണ്ടുവരാം. ഇല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പം അപ്പൂപ്പൻ കൊടുത്തു വിടും. തേങ്ങായും അതുപോലെ പൊതിച്ച് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ അന്ന് അതിനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ ആയിട്ടൊരു ദിവസം സദ്യയുണ്ട്.
അവരുടെ വീടുകളിൽ അവർ കൃഷി ചെയ്യുന്ന കാച്ചിലും ചേനയും അതും ഇതൊക്കെ അവർ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു കൂടി മുണ്ട് അവർക്ക് കൊടുക്കുക. ഇമാതിരി ചടങ്ങുകളൊക്കെ ഇന്ന് കേരളത്തിലുണ്ടോ എന്തോ, വടക്കോട്ട് കാണുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പക്ഷേ ഇങ്ങോട്ടൊന്നും ഞാൻ കാണാറില്ല. ഇന്നിപ്പോൾ എങ്ങനെയാ വെച്ചാൽ സദ്യ വരെ പോയി കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് വാങ്ങിച്ചുകൊണ്ട് വരാം, തുറക്കാം, കഴിക്കാം, അതങ്ങ് എടുത്ത് കളയാം. ഒന്നും വീട്ടിലെ പണിയേ ഇല്ല. അതിനെ നമ്മൾ പണിക്ക് നിർത്തുന്നവർ കൂടുതൽ മടി പിടിക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. ശമ്പളമൊക്കെ ഭയങ്കര ശമ്പളമാണ്. പോരാങ്കിൽ ഇപ്പോൾ ചില സംഘടനകളുണ്ട് ജോലിക്കാരെ കൊടുക്കുന്നവർ. ഈശ്വര, എന്തെല്ലാം ചെയ്താലും അവസാനം കുറ്റം നമുക്കാണ്. ഇവിടുന്ന് എല്ലാം നല്ല വർത്തമാനം പറഞ്ഞ് അവിടെ പോയിരുന്നിട്ട് നമ്മളെ 4 തെറി വിളിക്കും. അത് പിന്നെ ഇല്ലാരാണ്ട് പറഞ്ഞ് എൻ്റെ വിട്ട് പിന്നെ ആടിയ കാലും പാടിയ വായും ചുമ്മാതിരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കാരണം. അല്ലാതെ എൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വാൻസ്ഡ് ഓണമൊക്കെ വന്നപ്പം ജോലിയില്ല, പാചകം വലുതായിട്ടൊന്നും ചെയ്യണ്ട, വിരുന്നുകാരെ ഒരുപാട് പേരെ വിളിച്ചുള്ള സദ്യ കൊടുപ്പില്ല. ഒത്തിരി മാറിപ്പോയി. കാലം മാറിയതനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലായിടത്തും വന്നപ്പോൾ ഓണസദ്യയിൽ വരെ മാറ്റമാണ്. എന്ത് ചെയ്യും? ഈ ഓണത്തിൻ്റെ കാര്യങ്ങളിങ്ങനെ അറിയാതെ മനസ്സിൽ തികട്ടി വരുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ ഹരിപ്പാടാണ് ഞാൻ എൻ്റെ തറവാടെന്നൊക്കെ പറഞ്ഞത്. കാരണം മണ്ണാർശാൽ ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കോളോത്ത് ക്ഷേത്രം, അങ്ങനെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നടുക്കാണ് എൻ്റെ അമ്മയുടെ തറവാട്ട് വീട്. കോട്ടയ്ക്കകത്തെന്ന് പറയും ഹരിപ്പാട്. അപ്പോൾ അന്ന് ഞങ്ങൾ താമസിക്കുന്ന ആ ഓണാട്ടുകരക്കാരെന്നാണ് ഞങ്ങളുടെ ഒരു പേര്. ഈ ഹരിപ്പാട് മധ്യ തിരുവിതാംകൂർ ഭാഗം വരുമ്പോൾ ഓണാട്ടുകര എന്ന് പറയും. ഞാനെപ്പോഴും പറയും ഈ ഓണാട്ടുകര ഞങ്ങൾ ഈ ഇടയ്ക്ക് താമസിക്കുന്നവരുടെ മലയാളം എല്ലാവർക്കും മനസ്സിലാവുന്ന മലയാളം. ഇപ്പോൾ സാധാരണ മിമിക്രിക്കാരടക്കം തിരുവനന്തപുരം വേറെ, തൃശ്ശൂർ വേറെ, കാസർഗോഡ് വേറെ, തലശ്ശേരി വേറെ പറഞ്ഞ് ഭാഷ ഇങ്ങനെ പല രീതിയിൽ പറയും. പക്ഷേ ഞങ്ങളുടെ ഭാഷ ഒറ്റ ഭാഷയുള്ളത് ഞാനീ സംസാരിക്കുന്നത്. അത് ഏത് നാട്ടിലുള്ളവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതാണ് ഓണാട്ടുകാരുടെ മലയാളം. അതുപോലെ ഓണത്തിന് വലിയ പ്രധാനമായിരുന്നു ഈ പൂക്കളം. ഞങ്ങളുടെ ഒന്നും കാലത്തെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഈ മറ്റേ ഉപ്പിനകത്ത് നിറം ചേർത്തതും നിറമുള്ള പൊടിയിട്ടും ഭംഗി വരുത്താൻ വേണ്ടിയുള്ള പൂവിടിയില്ല. അന്ന് വീടുകളിൽ പൂവുണ്ട് ഇഷ്ടംപോലെ. മുല്ലപ്പൂ കാണും, ചെമ്പരത്തി, ശംഖുപുഷ്പം, നന്ദ്യാർവട്ടം, മുക്കുറ്റിപ്പൂവ്, അത് ഇത് എന്തിനാ പറഞ്ഞാൽ ഈ കാട്ടുതുമ്പ് അത്യാവശ്യമായിട്ട് വെക്കേണ്ട ഒരു പൂവാണ്. അതെല്ലാം വീട്ടിലുണ്ട്. നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി ചാലയിൽ പോകുന്ന പോലെ പോകണ്ട. അതെല്ലാം ഒരു പറിച്ച് കൊണ്ടുവന്ന് പൂക്കളൊക്കെ കൊണ്ടുവന്ന് രാവിലെ നല്ല പൂക്കൾ ഏതൊക്കെ പൂവാണോ നിർബന്ധമായിട്ടും വേണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഇട്ട് തന്നെ നല്ല ഭംഗിയായിട്ടൊരു പൂക്കളം ഉള്ള പൂക്കൾ വെച്ച് മനോഹരമായിട്ടിടും. ഇപ്പോൾ ഉണ്ടോ? അത് ഇല്ല. ഇപ്പം ഇല്ല. കോലം ഇടുന്ന പൊടി നിറം ചേർത്ത് കിട്ടും. ഇത് വാങ്ങിച്ച് ഭംഗി വരുത്തി ഇങ്ങോട്ട് വരച്ച് അങ്ങോട്ട് വരച്ച് കൃഷ്ണനെ വരച്ചു, മറ്റേ മഹാബലിയെ വരച്ചു, ഇങ്ങനെയൊക്കെയായി. മറ്റേ അങ്ങനെയല്ല, പൂക്കളം ഇട്ട് അതിൻ്റെ നടുക്ക് ഈ പറയുന്ന പോലെ അത് തിരുവോണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വാഴത്തട വെച്ചിട്ട് ഈ അടയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോഴില്ല. കാരണം ആ രീതികളൊക്കെ എനിക്ക് അറിയില്ല. അതുപോലെ ഉത്സവങ്ങൾ, ഓണക്കാലത്തെ ഉത്സവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വേലകളി എന്നൊക്കെ പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചില അമ്പലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതങ്ങനെ വളരെ വലിയ പ്രചാരത്തിലില്ല വേലകളി. അന്ന് അമ്പലത്തിലൊക്കെ വേലകളിയും അതും ഇതും മറ്റേ ഇതുപോലെ കഥകളി, അയ്യോ എന്തെല്ലാം ഉണ്ട്. ഉത്സവകാലത്തൊക്കെ രാത്രി കഥകളി കാണാൻ വേണ്ടി നേരത്തെ ചോറ് കൊണ്ടുവച്ച് പോയി അവിടെ പോയി ഇരിക്കും. അന്ന് പ്രസിദ്ധരായ കഥകളി ആചാര്യന്മാരാണ് മാങ്കുളം വിഷ്ണു നമ്പൂരി, എല്ലാവരും. ഹരിപ്പാട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് പേരുകളൊക്കെ. തമ്പിച്ചേട്ടൻ്റെ പാട്ട്, ശ്രീകുമാര തമ്പി സാറിൻ്റെ പാട്ടിൽ തന്നെ ഉണ്ട് പലരുടെയും പേര്. അപ്പോൾ അവരൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് കഥകളി. കാരണം ഇത് ഞാനീ പറഞ്ഞ എന്നോട്ട് ഇതെല്ലാം ഈ ആചാരങ്ങൾക്കൊക്കെ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. പൂക്കളം എന്ന് പറഞ്ഞാൽ പൂവ് കൊണ്ടുള്ള കളം അല്ലേ? അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും. അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പൂജകൾക്കും അതിൻ്റേതായ ഒരു പവിത്രതയും ഒരു സത്യവും. പേരിന് വഴിപാട് കഴിക്കുകയല്ല. ഒരു പൂജ പറഞ്ഞാൽ അത് എത്ര ശ്ലോകം ചൊല്ലണോ അത്രയും ശ്ലോകം ചൊല്ലി തന്നെയാണ് ആ പൂജ അവസാനിപ്പിക്കുന്നത്. അതിപ്പോഴും പഴയ പോറ്റിമാരെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ മോഡേണും ഉണ്ട്. പേരിന് ചെയ്ത് വെച്ച് ടകയെന്ന് 5 മിനിറ്റ് കൊണ്ട് തരുന്നവരും കാണും. അതൊന്നും ഇപ്പോൾ നമ്മുടെ ഈ സമയത്തിൻ്റെ വില മാറിയത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാവാം. എന്തായാലും ഞങ്ങളുടെയൊക്കെ കാലത്ത്
ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നത് ഈ ഓണാവധി വരാൻ കാത്തിരിക്കും ഹരിപ്പാട് പോകാനായിട്ട്. തിരുവനന്തപുരത്താണ് പഠിച്ചതൊക്കെ, കോട്ടൺ ഹിൽ സ്കൂളിലും പിന്നെ വിമൻസ് കോളേജും. അപ്പോൾ അന്ന് വിമൻസ് കോളേജിൽ പോയപ്പോഴാണ് പിന്നെ ഈ നാട്ടിൽ വരവൊക്കെ കുറഞ്ഞത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ ചെറുപ്പം മുതലേ ഒരു 4ാം ക്ലാസ് തൊട്ടേ എല്ലാ ഓണാവധിക്കും ഹരിപ്പാട്ടാണ്. ഒരു 10 ദിവസം അവിടെ നിൽക്കും. തിരിച്ചു പോകുമ്പോൾ ഈ ഓണത്തിൻ്റെ പങ്ക് ബാക്കി, പിന്നെ തേങ്ങ, അരി, അത് കുത്തരി, മറ്റേ എന്താ പറയുക, കുറച്ച് ചെമ്പാവ് പച്ചരി പോലെ, പിന്നെ പൊടിയരി, കഞ്ഞി വയ്ക്കുന്ന, ഇതൊക്കെ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഓർമ്മകളിൽ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ പരിപൂർണമായിട്ട് പിന്മാറാൻ പറ്റുന്നില്ല എനിക്കൊക്കെ. അതൊക്കെ കൊണ്ടായിരിക്കാം ഞങ്ങളുടെയൊക്കെ ആ ഒരു പഴമയും സത്യസന്ധതയും ആത്മാർത്ഥതയും കണ്ട് എൻ്റെ അമ്മയുടെയൊക്കെ രീതികൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴതൊന്നും പറ്റത്തില്ല കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ ഇതുപോലുള്ള ചിലവോ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതകളോ ഒന്നും ആർക്കും ഇല്ല. അരിയുണ്ട്, തേങ്ങയുണ്ട്, അത്യാവശ്യമൊക്കെ അച്ഛൻ്റെ ജോലിയുണ്ട്, അങ്ങനെയൊക്കെ പഠിച്ചൊക്കെ പോകും. കാരണം അന്നൊക്കെ അങ്ങനെ 12 മണി കഴിഞ്ഞ് ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഒരു പിടി ചോറ് കൊടുക്കാതെ വിടത്തില്ല. മോശമാണെന്നാണ് പറയുന്നത്. അയ്യോ ഈ വെയിലത്ത് ഇനിയിപ്പോൾ എങ്ങനെ ഒരു 2 പിടി ചോറുണ്ടേച്ച് പോയാട്ടെ എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ വരുമ്പോൾ ഒരു അണുകുടുംബ വ്യവസ്ഥിതിയാണല്ലോ, കൂട്ടുകുടുംബം ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ആഹാരമേ ഉണ്ടാക്കത്തുള്ളൂ. 2-3 പേരൊക്കെ പറയാതെ കയറി വന്നാൽ കുറച്ചൊരു വിഷമം ഉണ്ടാവും. അതിപ്പോഴാണ്, അതും ഇപ്പോഴാണ്. പണ്ടൊക്കെ ഒരുവിധപ്പെട്ട വീടുകളിലൊക്കെ ഞങ്ങളുടെയൊക്കെ ഹരിപ്പാട് സൈഡിലൊക്കെ ചെന്ന് കയറിയ എല്ലായിടത്തും ഒരുപാട് കൂട്ടാനൊന്നും കാണത്തില്ല. പക്ഷേ ഓടിച്ചെന്ന് വാഴയ്ക്കകത്ത് ഒരു 3-4 ഇല വെട്ടിക്കൊണ്ട് വരും. എല്ലാ അച്ചാറും വീടുകളിൽ കാണും. നാരങ്ങയും മാങ്ങയും പിന്നെ വല്ല ഇഞ്ചിക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ ഒരു അവിയലോ ഒരു ഒഴിച്ചു കൂട്ടാനോ പിന്നെ മോരോ അല്ലെ സംഭാരമായിട്ട് മോരോ അല്ലെ തൈര്, ഇത്രയെങ്കിലും കൂട്ടി ഒരു മനുഷ്യനൊരു ശകലം ചോറുണ്ടിട്ടേ അവിടെ നിന്ന് ഉച്ചയ്ക്ക് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഇനിയും ഓണത്തിനെ പറ്റി സ്വപ്നം കാണാം, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളോടൊക്കെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ പറയാമെന്നല്ലാതെ പ്രാവർത്തികമായിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം കാലം മാറി, കഥ മാറി.